നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും. കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവനതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവനതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 47-ാം സങ്കീർത്തനം 5-ാം വാക്യം. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വവും അവൻ്റെ രാജാധികാരവും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും ഭയത്തിലും ആശങ്കയിലും ജീവിക്കുമ്പോൾ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം മഹിമയോടെ ഉയർന്നിരിക്കുന്ന രാജാവാണെന്നാണ്. വചനം നമ്മോട് പറയുന്നു, ദൈവം ഉയർന്നിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. ലോകത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ ദൈവം തൻ്റെ സിംഹാസനത്തിൽ തന്നെയാണ്. മനുഷ്യൻ്റെ പദ്ധതികൾ മാറ്റപ്പെടാം, രാജ്യങ്ങൾ മാറിപ്പോകാം, സാഹചര്യങ്ങൾ മാറാം. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ഒരിക്കലും മാറുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം നിയന്ത്രണം നഷ്ടപ്പെട്ടവരായി പോകാം. ജോലി പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ വചനം നമ്മോട് പറയുന്നു, ദൈവം ഇപ്പോഴും സിംഹാസനത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. തുടർന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആഘാത ഘോഷത്തോടുകൂടെ. ഇത് വലിയ സന്തോഷത്തിൻ്റെ ചിത്രമാണ്. ഒരു രാജാവ് യുദ്ധത്തിൽ ജയിച്ചെത്തുമ്പോൾ ജനങ്ങൾ സന്തോഷത്തോടെ ഘോഷിക്കുന്നു. അതുപോലെ നമ്മുടെ ദൈവം വിജയിയായ രാജാവാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം പല പ്രതിസന്ധികൾ നമുക്ക് വിജയം നൽകിയിട്ടുണ്ട്. നാം ചിലപ്പോൾ അത് മനസ്സിലാക്കിയെന്ന് വരില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം പരാതിയുടെയും നിരാശയുടെയും ജീവിതമല്ല, മറിച്ച് സ്തുതിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതമായി തീരണം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകും. വചനം പറയുന്നു, കാഹളനാദത്തോടുകൂടെ യഹോവ ഉയർന്നിരിക്കുന്നു. പഴയ കാലത്ത് കാഹളം മുഴക്കുന്നത് വലിയ വിജയത്തിൻ്റെ അടയാളമായിരുന്നു. ഇതൊരു ആഘോഷത്തിൻ്റെ ശബ്ദമാണ്. അതുപോലെ വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ നമ്മുടെ ഹൃദയം സ്തുതികളാൽ നിറയും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം നാം ദൈവത്തെ സ്തുതിക്കാൻ മറക്കും. എന്നാൽ സത്യമായ വിശ്വാസം ബുദ്ധിമുട്ടിലും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ്. അവൻ വിജയിയാണ്. അവനെ സന്തോഷത്തോടെ സ്തുതിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരുമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഇപ്പോഴും ഉയർന്നിരിക്കുന്ന രാജാവാണ്. അതിനാൽ നാം ഭയപ്പെടേണ്ട. സന്തോഷത്തോടുകൂടി അവനെ സ്തുതിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും നീ ചെയ്ത നന്മകൾ ഓർത്ത് നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.